അടുത്തത് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ തന്നെ നമ്പർ സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് ഓരോ നമ്പർ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യത്തേത് ഡെസിമൽ ടു ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ ഒന്നുമില്ല, ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തരുന്ന നമ്പർ എന്തായിരിക്കും? ഡെസിമൽ നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിന് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സൈഡിൽ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 മാത്രമേ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടൂ. നെക്സ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ താഴേന്ന് മുകളിലേക്ക് ആ വൺസ് ആൻഡ് സീറോസിന്റെ സ്ട്രിങ്ങിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് എന്തായി? അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമലിന്റെ ബൈനറി വാല്യൂ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നത് 10 എന്നാണ്. 10നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10നെ നമ്മളിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 2s are 10. കംപ്ലീറ്റ് ആയിട്ടും ഡിവിസിബിൾ ആണ്, അതുകൊണ്ട് അതിന് എന്തില്ല? റിമൈൻഡർ ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് എഴുതി. ഇതാ ഇവിടെ 0 എന്ന് എഴുതിയിട്ട് കാണാം നിങ്ങൾക്ക്. നെക്സ്റ്റ് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 2 2s are 4. അവിടെ എന്ത് വന്നു? 1 എന്ന് പറയുന്ന ഒരു റിമൈൻഡർ വന്നു. അത് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2s are 2. There is no remainder, so it is 0. ഇനി ലാസ്റ്റ് എന്ത് വരും? ഈ 1 ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് മുതൽ എഴുതണം നമ്മൾ. എവിടുന്ന് തുടങ്ങണം? ഈ 1 0 1 0. ഇതായിരിക്കും 10ന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ഇനി അതിന്റെ കൂടെ തന്നെ ഇത് ഇൻറ്റീജർ പാർട്ടിനെ മാത്രമായിട്ട് തരികയാണ്. ഇപ്പോൾ 10 50 20 30 എന്നൊക്കെ 25 എന്നൊക്കെ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലാണ്. ഇനി അത് കൂടാതെ എന്തും കൂടെ തരാം, ഡെസിമൽ പോയിന്റിന് ശേഷം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടും കൂടെ നമുക്ക് തരാം. അപ്പൊ നിങ്ങൾ എക്സാമ്പിളിൽ കാണാം 10ന് നമ്മൾ ചെയ്തു. ഇനി ഇപ്പുറത്തെ എന്തുണ്ട്? 0.25 ഉണ്ട്. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അത് തന്നിരിക്കുന്നത് ബേസ് 10 ആണ്. അപ്പോൾ നമ്മൾ ആ 0.25നെ 0.25 മാത്രമാക്കിയ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം സെപ്പറേറ്റ് എടുക്കുകയും അതിനെ നമ്മൾ 2 കൊണ്ട്, ശ്രദ്ധിക്കണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 0.25 into 2 എന്ന് പറഞ്ഞാൽ 0.50 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഇൻറ്റീജർ പാർട്ടിലുള്ള ഈ 0നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 0നെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എന്തിനെ മാത്രമേ എടുക്കുന്നുള്ളൂ? പോയിന്റിന് ശേഷമുള്ള ഈ ഫ്രാക്ഷണൽ വാല്യൂ എടുക്കുന്നു. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുക്കുന്നത്. അതാണ് ഈ 50. അതിനെ എടുക്കുകയും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് കിട്ടി? 1.00. അപ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻറ്റീജർ നമ്പർ ആയിട്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, ചിലത് എന്ത് ചെയ്യുന്നു വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഒരു 3 4 സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നിർത്താം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഇനി ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 0നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെന്നെ കിട്ടും? 00 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 0.25ന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ബൈനറി വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 0.01 എന്ന് പറയും. അത് ബേസ് 2 ആണ്. ഇതിന്റെ ബൈനറി ആണ് എന്ത്? 0.01. ഒന്നുകിൽ 0.00 കിട്ടുന്ന വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു 4 സ്റ്റെപ്പിലോ 5 സ്റ്റെപ്പിലോ ഒക്കെ നിങ്ങൾക്ക് നിർത്താം. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ മാർക്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിന്റെ എത്രത്തോളം കാൽക്കുലേഷൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുക? ആൻസർ എഴുതുന്ന സമയത്ത് ഇതുപോലെ എഴുതുക. 10.25 to the base 10 is equal to 1010.01 to the base 2. ഇനി അടുത്തത് ബൈനറിന്ന് തിരിച്ച് കൺവേർട്ട് ചെയ്യാന്ന്. നമുക്ക് തന്നത് എന്ത് വാല്യൂ ആണ്? ബൈനറി വാല്യൂ ആണ്. നമുക്ക് അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫ്രാക്ഷനോട് കൂടിയുള്ള വാല്യൂ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇൻറ്റീജർ പാർട്ടിന്റെ മാത്രം പറയാം. അപ്പോൾ എനിക്ക് തന്ന വാല്യൂ ഇതിനകത്ത് തന്ന എക്സാമ്പിൾ അനുസരിച്ച് നോക്കുമ്പോൾ എന്താ? 1010 ആണ്. 10ന് കറസ്പോണ്ടിങ് ആണ് നമുക്കറിയാം. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റിനെ 2⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് പ്ലസ് ഈ അടുത്ത ബിറ്റിനെ 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് അടുത്തുള്ള ബിറ്റിനെ, നെക്സ്റ്റ് ബിറ്റിനെ എന്ത് ചെയ്യുക? 2⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
ഇങ്ങനെ ഓരോന്നിനും നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ആ പവർ ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈച്ച് ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഈസ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോണന്റ് ഓഫ് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിക്രീസിങ് ഓർഡറിൽ. ഇഫ് ദ നമ്പർ കണ്ടെയ്ൻസ് ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രാക്ഷണൽ പാർട്ട് നോക്കി ഇവിടെ നോക്കിക്കോളൂ. എക്സാമ്പിൾ ഇതാ നമ്മൾ എഴുതിയ പോലെ വെച്ചാൽ 0 ഇൻറ്റു 2 റേസ് ടു 0, 1 ഇൻറ്റു 2 റേസ് ടു 1, 0 ഇൻറ്റു 2 റേസ് ടു 2, then 1 ഇൻറ്റു 2 റേസ് ടു 3 വരെ എഴുതി. ഈ ഇൻറ്റീജർ പോർഷൻ കഴിഞ്ഞു, ഇന്റഗ്രൽ പാർട്ട് കഴിഞ്ഞു. ഈ ഫ്രാക്ഷണൽ പാർട്ടിൽ ഒരു 0യും ഒരു 1ഉം ഉള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പൊസിഷൻ എങ്ങനെയാ പറയാറ്, ഒരു നമ്പറിന്റെ പൊസിഷൻ നമ്മൾ ഡെസിമൽ ആണെങ്കിൽ എങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ 10.25 ആണെന്ന് വിചാരിച്ചോളൂ. 10.25ൽ നമ്മൾ ഇത് വൺസിന്റെ പ്ലേസ്, ഇത് ടെൻസിന്റെ പ്ലേസ് എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് 1/10ന്റെ പ്ലേസ് ആണ് അല്ലേ. 0.2 എന്ന് പറഞ്ഞാൽ 2ന്റെ പൊസിഷൻ എന്തായിട്ടാ പറയാം നമ്മൾ 1/10. 5നെ നമ്മൾ പറയാം 1/100th പൊസിഷൻ എന്ന് പറയും. ഇതേപോലെ ബൈനറിനെ നമ്മൾ 1/2 എന്ന് കണക്കാക്കും. ഈ 1/2നെ എങ്ങനെ എഴുതാം, 2 റേസ് ടു -1. അപ്പോൾ ഈ 2 റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1/2, 0 ഇൻറ്റു 1/2. ഇനി 1 ഇൻറ്റു 2 റേസ് ടു 2 ആണ് പിന്നെ അല്ലെ. 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 റേസ് ടു 2. ഇത് നമുക്കറിയാം എന്താണ് 1/4. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് 1/4ന്റെ വാല്യൂ എന്താ, ഇത് എവിടെ ഉണ്ട്, 0.25 ആണ് അല്ലെ, ക്വാർട്ടർ എന്നൊക്കെ പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്തതാണ്, നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അപ്പൊ ഇനി അടുത്തൊരു ടേം ഫ്രാക്ഷണൽ ഉണ്ടെങ്കിൽ എങ്ങനെ പറയണം, ഫ്രാക്ഷണൽ പാർട്ടിൽ 3 വാല്യൂസ് ഡിജിറ്റുകൾ ഉണ്ടെങ്കിൽ അടുത്തതിനെ 2 റേസ് ടു -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 2 റേസ് ടു -4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. 1/2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 8 ആണ്. അപ്പോൾ 1/8ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതുപോലെ ഫ്രാക്ഷണൽ വാല്യൂ കിട്ടും, ആ വാല്യൂ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തതാണ് ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. എല്ലാത്തിന്റെയും കൺവേർഷൻ ഒരേപോലെയാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് നേരത്തെ എങ്ങനെയാ ചെയ്തത്, ബൈനറി നമ്പറിനെ അതിന്റെ ബേസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ, ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ ഒക്ടലിന്റെ ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തന്ന ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഡിവൈഡ് നമ്പർ ബൈ 8. ഇനി അതിന്റെ റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സൈഡിൽ എഴുതി വെക്കുന്നു. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ്, 2ന് പകരം 8 ആണെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ എവിടുന്ന് താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ നമ്പേഴ്സിനെ എടുത്തെഴുതേണ്ടത്. ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൺസ് ആൻഡ് സീറോസ് മാത്രമല്ല, 0, 1, 2, 3, 4, 5, 6, 7 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്, 8 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിമൈൻഡർ ഏതൊക്കെ വരാം, 0, 1, 2, 3, 4, 5, 6, 7 വരെ വരാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. 10.25ന്റെ ബേസ് 10 ആണ്. അതിനെങ്ങനെയാണ് 8ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ബേസ് 8ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ 10നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്താൽ 10 to the base അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 8 ആ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 1 8s are 8 എന്ന് കിട്ടി. റിമൈൻഡർ എന്ത് വരും, 2 വരും അല്ലേ. അപ്പോൾ 1 2, ഇനി ഇതൊന്നും ചെയ്യാനില്ല, 1 2, അപ്പൊ 12. അങ്ങനെയാണ് ഈ 12 കൂടെ കിട്ടിയിരിക്കുന്നത്. ഇനി 0.25നെ നമ്മൾ നേരത്തെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ, ഫ്രാക്ഷണൽ പാർട്ടിന്. ഇവിടെ നമ്മൾ 8 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ 0.25 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 2.00 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ, ഈ 2 ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്, ഇതിന്റെ ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് എടുത്തെഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് വരും, 0.25 ബേസ് 10 എന്ന് പറഞ്ഞാൽ 0.2 ബേസ് 8 ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന് 10.25 ടു ദ ബേസ് 10 ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ എന്ന് പറയുന്നത് 12.2 ടു ദ ബേസ് 8 ആണ്. ഇനി ഒക്ടൽ നിന്ന് ഡെസിമലിലേക്ക് തിരിച്ച് എങ്ങനെ കൺവേർട്ട് ചെയ്യാമോ, ഒക്ടലിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ
ബൈനറിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ രണ്ടിന്റെ എക്സ്പോണന്റുകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി? എക്സ്പോണന്റ് ഓഫ് 8 വെച്ചിട്ട് ഓരോ ഡിജിറ്റിനെയും ഡിക്രീസിങ് ഓർഡറിൽ ചെയ്യാം. ഇപ്പൊ ഇതാ 12.2 ടു ദ ബേസ് 8 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യത്തെ നമ്പർ എത്രയാ? ഇതെടുക്കാം നമുക്ക് 2. 2ന്റെ എന്ത് വരും? 2 raised to 0. 8 raised to 0. 2 into 8 raised to 0. നെക്സ്റ്റ് 1 അല്ലേ? 1 into 8 raised to 1. ഇനി അടുത്ത് വേറൊരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻറ്റു 8 raised to 2. അതിന് പ്ലസ് അതിന് മുന്നിൽ വേറെ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇൻറ്റു 8 raised to 3. അങ്ങനെ 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 മൾട്ടിപ്ലൈ ചെയ്തു പോകും. ഇനി ഫ്രാക്ഷണൽ പാർട്ടിലാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം? 8 raised to -1 8 into 2 ഉണ്ടോ? 0.2 ഡെസിമലിന് ശേഷം ഒറ്റ നമ്പറേ ഉള്ളൂ. അതുകൊണ്ട് 2 into 8 raised to -1 ചെയ്തു. 8 raised to -1 എന്ന് പറഞ്ഞാൽ 1/8 എന്നാണ് അതിന്റെ മീനിങ്. 1/8ന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മാനുവലി ചെയ്ത് കണ്ടുപിടിക്കാം. അതിന് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 8 raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ് അല്ലേ? ഏത് നമ്പറിന്റെയും പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. 1 into 2 2. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 തന്നെ. 8 into 1 8. 8 plus 2 പിന്നെ 1/8ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ആണ്. അപ്പോൾ 10.25 to the base 10 എന്ന് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിന്റെ പ്രത്യേകത എന്താ? 1 to 9 കഴിഞ്ഞാൽ 10ന് പകരം A B C D E F വരെ പോവും. അത് കഴിഞ്ഞിട്ട് 10 11 12 എല്ലാം വരും. അതുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ല, അതിന്റെ ഇക്വലന്റ് 4 ബിറ്റ് ബൈനറി വേണം. എന്തുകൊണ്ടാണ് 4 ബിറ്റ് യൂസ് ചെയ്യുന്നത്? 16 വരെ കറസ്പോണ്ടിങ് വാല്യൂസ് വരണമല്ലോ അല്ലേ? ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ബിറ്റുകളാണ്, അല്ലെങ്കിൽ 16 നമ്പേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. മൊത്തത്തിൽ 0 മുതൽ F വരെ 16 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ബിറ്റ് വെച്ചിട്ട് ഒരു 0 എന്ന് പറഞ്ഞാൽ 000 കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ. 1ന് കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? 0001 ആണ്. 2 എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ് 0010. അങ്ങനെ എഫിന്റെ കറസ്പോണ്ടിങ് ആണ് 1111. ഇത്രയേ ഉള്ളൂ. ഈ സീക്വൻസുകൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി കൺവേർഷൻ ചെയ്യാൻ. സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ. ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ പറയാം. 3A ബേസ് 16 ആണ്. ഇതിനെ ബൈനറിയിലേക്ക് മാറ്റാൻ 3ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്താണ്? ഇവിടെ 0011. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 0011. ഇനി അടുത്തത് A ആണ്. Aന്റെ കറസ്പോണ്ടിങ് വാല്യൂ 10ന് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ 1010 ആണ് ഇവിടെ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1010 to the base 2. അടുത്തത് ബൈനറിന്ന് ഹെക്സാഡെസിമലിലേക്കാണെങ്കിലും എളുപ്പമാണ്. ടു കൺവേർട്ട് ബൈനറി ടു ഹെക്സാഡെസിമൽ, സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് ദ ബിറ്റ്സ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് 4 ഫ്രം ദ റൈറ്റ് എൻഡ്. റൈറ്റ് എൻഡ് മുതൽ 4 ബിറ്റുകളാക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഇത് കണ്ടു എക്സാമ്പിൾ കണ്ടോളൂ. 11111011 എന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ വരും? ഇവിടെ ഒരു കട്ട് ചെയ്യണം, 1 2 3 4. ഇവിടെ ഒരു ഡിവിഷൻ വരും അല്ലെ? പിന്നെ 2 നമ്പറാണ് ബാക്കിയുള്ളത്. അപ്പൊ അതിന്റെ മുന്നിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? എത്ര നമ്പേഴ്സ് ആഡ് ചെയ്താലാണോ 4 നമ്പേഴ്സ് ആവുന്നത് അത്രയും സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 1 0 1 1 0 എന്നാ തന്നെന്ന് വിചാരിച്ചോളൂ. ഇതിൽ 1 2 3 4 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ആദ്യം എടുക്കും. ഇതിനെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ആക്കി മാറ്റും. നെക്സ്റ്റ് ഇവിടെ ഒരു 1 ഒറ്റയ്ക്ക് ഉണ്ട് അല്ലേ? അതിന്റെ മുന്നിൽ എത്ര 0 ആഡ് ചെയ്യണം? 1 2 3 4 സീറോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോറി, 4 വേണ്ട, 3 സീറോസ്. ഓൾറെഡി 1 അവിടെ ഉണ്ടല്ലോ. 3 സീറോസും ഒരു 1ഉം വരും. ഇനി 2 ബിറ്റുകളാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതിന്റെ മുന്നിൽ 2 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ബിറ്റാണ് റിമൈനിങ് വരുന്നത് വെച്ചാൽ മുന്നിൽ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ.